നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ അതിന് നൽകുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകത്തുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം ഒരു നെഗറ്റീവ്, ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ റീഡിങ്സും റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകുക. കാരണം ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവാകുന്ന കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യുക, പോസിറ്റീവാകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പാസ്റ്റിലെ പല പെയിനാകുന്ന സിറ്റുവേഷൻസിനെയും ഹീലാക്കി കളയുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും നിങ്ങൾ പൂർണ്ണതയിലെത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾ മാറാനും അതുപോലെ തന്നെ നെഗറ്റീവാകുന്ന എനർജികളിൽ നിന്നും, നെഗറ്റീവാകുന്ന ചിന്തകളിൽ നിന്നും എല്ലാം നിങ്ങൾക്കൊരു ഹീലിംഗ് എനർജിക്കാണ് ഈ വരാഹി മന്ത്രം യൂസ് ചെയ്യുന്നത്. വരാഹി മന്ത്രം പ്രാർത്ഥനയായിട്ട് മാത്രമാണ് ഞാൻ തരുന്നത്, ഉപാസനയല്ല കേട്ടോ. ആരോ ഇന്നലെ വാട്സപ്പിൽ ചോദിച്ചു ഉപാസന ചെയ്യുന്ന ദോഷമാണോ എന്നൊക്കെ. ഉപാസന എന്നൊക്കെ പറയുന്നത് ഒരു ആചാര്യൻ്റെ കയ്യിൽ നിന്നും, ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്നും ദീക്ഷയൊക്കെ വാങ്ങി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഏത് ദേവന്മാരെയാണെങ്കിലും ഏത് ശക്തികളെയാണെങ്കിലും ഉപാസിക്കുക എന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ തമാശയല്ല. അത് നമ്മളൊരു ക്ഷേത്രത്തിൽ നടത്തുന്ന അതേ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് തന്നെയാണ് ഉപാസന നടത്താൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ആഹാരം, വെള്ളം ഇതെല്ലാം നൽകിക്കൊണ്ടുള്ളൊരു രീതിയാണ് ഉപാസന എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ സന്ധ്യാസമയത്തും രാത്രി സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഉപാസനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഉപാസന എന്നത് ഒരു ഏത് നാമമാണെങ്കിലും, അത് നാരായണനായാലും ശിവനായാലും ഏത് ഇതിനെയാണെങ്കിലും ഉപാസിക്കുക എന്നത് ഗുരുവിൻ്റെ ദീക്ഷയിലൂടെ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താലും അത് ഉപാസന ആവുകയുള്ളൂ. നമ്മളൊരു മന്ത്രം ചൊല്ലുകയും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മറികടക്കാനായിട്ട് നമ്മളൊരു പ്രാർത്ഥനയോ മന്ത്രമോ ഒക്കെ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ ചൊല്ലുന്നുവെങ്കിൽ, നമ്മൾ ഇഷ്ടദേവൻ്റെ പ്രാർത്ഥനയൊക്കെ ജപിക്കുന്നുവെങ്കിൽ അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷമായിട്ട് വരില്ല. തെറ്റായ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, അതായത് അടുത്ത അയലക്കത്തുകാരൻ നശിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ഇന്ന ആൾക്ക് ദോഷം വരണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്താലും, അത് ഏത് കർമ്മം ചെയ്താലും ചിലപ്പോൾ ആദ്യത്തെ നമ്മുടെ ആ ഒരു പവർഫുള്ളാകുന്ന ആ ഒരു ഇതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഇച്ചിരിയൊക്കെ അത് ഏറ്റേക്കാം. പക്ഷെ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന് ചിന്തിക്കുക. നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാം, നമുക്ക് വെറുപ്പും വിദ്വേഷമൊക്കെ തോന്നുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവാം. ഒന്നെങ്കിൽ അവരെ മറന്നു കളയാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരോട് നമുക്ക് തോന്നുന്ന ആ ഒരു നെഗറ്റിവിറ്റി മാറിക്കിട്ടണം, എനിക്ക് അവരോട് സ്നേഹവും ദയയും കരുണയും തോന്നണമെന്ന് നമ്മൾ പറഞ്ഞൊരു 4 ദിവസം ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. നമ്മളിൽ വരുന്ന മാറ്റം നമുക്ക് പോലും പറയാൻ പറ്റാത്തതിനും അപ്പുറമായിരിക്കും. നമ്മുടെ ശത്രുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, നിങ്ങളെ ചതിച്ചവർ, അവർക്ക് വേണ്ടിയിട്ട് ഒരു മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കും. അത് തന്നെ വലിയൊരു പോസിറ്റീവാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലൊരു കർമ്മമാണ്, പോസിറ്റീവായ ഒരു കർമ്മമാണ് നിങ്ങളെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപാസന എന്നത് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ചുമ്മാ ഒരു മന്ത്രം ഒരു 108 തവണയോ 308 തവണയോ ഇനി 1008 തവണയോ ചൊല്ലിയെന്നോർത്ത് അതൊന്നും ഉപാസനയാവുകയില്ല. ഉപാസന എന്നത് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് കർമ്മക്രിയകളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ച് കഴിഞ്ഞ് ചെയ്യുമ്പോഴാണ് അത് ഉപാസനയാവുകയുള്ളൂ കേട്ടോ.
നമ്മുടെ ലൈഫിൽ നമുക്കൊരു ബ്ലോക്കേജ് മാറാനും മനസ്സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നമുക്ക് മാത്രം കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ആ ഒരു ഭവനത്തെ അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ എല്ലാം കണക്ട് ചെയ്തൊരു പ്രൊട്ടക്ഷൻ്റെ ഒരു വലയം തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക കേട്ടോ. അതുകൊണ്ട് ഇനി ഉപാസനയാണോ അതാണോ ഇതാണോ എന്ന് ചോദിച്ചു വാട്സപ്പിൽ ആരും മെസ്സേജ് ഇടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന പോസിറ്റീവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് നമ്മളെ തേടി വരുമെന്നുള്ള ഉറപ്പാണ് കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. വീണ്ടും ഇന്നലെയും നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് വളരെ പോസിറ്റീവാണ് കേട്ടോ. ഇപ്പം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് മണി അഫർമേഷൻസ് ഒക്കെ ചൊല്ലുന്നവർക്കും വരാഹി ദേവിയുടെ ആ ഒരു മന്ത്രം ചൊല്ലുന്നവർക്കുമൊക്കെ ശരിക്കും മാറ്റം വരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ ഉറച്ചു പറയാൻ പറ്റുന്നത്. ഇൻറ്റ്യൂഷൻ പവർ, അതായത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ കുറേ ആളുകൾ മൂവിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യത്തെ നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പോസിറ്റിവിറ്റി, അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ടൈം ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പിന്നെ കുറച്ച് നിങ്ങളൊരു ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളൊക്കെ ഒന്ന് തെളിയിക്കേണ്ടത്, അതായത് നിങ്ങൾക്കുള്ള കഴിവിനെ നിങ്ങൾ പൂട്ടിക്കെട്ടി വെക്കേണ്ടതല്ല, നിങ്ങളത് പ്രായോഗികമാക്കേണ്ട ചില കാര്യങ്ങളായിട്ടാണ് നമുക്ക് കാണുന്നത്. ചില ആഘോഷങ്ങൾ, അതായത് ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ, ഒരു സെലിബ്രേഷനൊക്കെ നടത്തണം. ചില സക്സസ്സുകൾ, മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ചില സക്സസ്സുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പവർ വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് ഒരു പോസിറ്റിവിറ്റി നിങ്ങളോട് സംസാരിക്കുമ്പോഴോ നിങ്ങളുടെ സാന്നിധ്യം ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്ന ഒരു എനർജിയിലേക്കൊക്കെ നിങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത്. നെഗറ്റീവാകുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹീലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ റീഡിങ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക, ആവശ്യമുള്ളതിനെ മാത്രം നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു. നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്, നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. അതായത് മാനിഫെസ്റ്റിംഗ് പവർ വർദ്ധിച്ച ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങളിൽ നിന്നും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസരത്തിലൂടെ, ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നാണ് നമുക്ക് കാണുന്നത്. കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യുക എന്നാണ് കേട്ടോ കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുത്ത് നിങ്ങളൊരു ചെറിയ ഹാർഡ് വർക്കിംഗ് എനർജിയിലേക്ക് പോകുക, ഒരു ലക്ഷ്യം വെച്ച് ജീവിതം തുടങ്ങുക എന്നാണ് കാണുന്നത്. ഒരു പ്ലാനിങ് ഉണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ താല്പര്യമില്ലാണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നഷ്ടത്തെ കണക്ട് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ, അതായത് നിങ്ങളുടെ ആ ഒരു ചിന്തകളെ എന്ത് ചെയ്യണം, ഹീലാക്കി കളയുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകുക എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് റൈറ്റായ ഒരു കാര്യത്തിനെയാണ്, നിങ്ങൾ ആഗ്രഹിച്ച് വെയിറ്റിംഗ് ചെയ്യുന്നതും നിങ്ങൾക്ക് അർഹതയുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരുമെന്നാണ് കാണുന്നത്. മാത്രവുമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. കാരണം നിങ്ങളാൽ ചില വ്യക്തികൾക്ക് ചില പോസിറ്റിവിറ്റികൾ, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ഹെൽപ്പ് ചില വ്യക്തികൾക്ക് ആവശ്യമുണ്ട്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഇതിനകത്ത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇത്രയും വന്ന് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് അർഹതയുള്ള കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇതിനൊരു വ്യക്തി ബന്ധമായി
ആയിക്കോട്ടെ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് ചിന്തിച്ചോളുക. പക്ഷേ നിങ്ങൾ ആ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്, നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ കരിയർ പാതയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ വെയിറ്റിംഗ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, ഇത് കരിയർ പാതയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ജോലി സംബന്ധമായിട്ടൊരു സ്റ്റക്നെസ്സോ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, നല്ല രീതിയിലൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈഡൻസ് തേടണമെന്നാണ് കാണുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് അറിവുള്ള, അതായത് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ജീവിതത്തിൽ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള ആരെങ്കിലുമായിട്ട് നല്ലൊരു ഗൈഡൻസ്, ഒരു സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കും. നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെന്നാണ് കാണുന്നത്. അതായത് ഇമോഷണൽ സപ്പോർട്ടിങ് നിങ്ങൾക്ക് വളരെ ആവശ്യമാണ് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈഡൻസ് തേടുക എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, ഒരു സ്പിരിച്വൽ എനർജിയിലേക്കൊക്കെ മാറണം കേട്ടോ. കുറച്ചൊരു ദൈവവിശ്വാസത്തിലേക്കൊക്കെ മാറേണ്ട സമയമാണ്. നിങ്ങൾ ഒരു വാശി പിടിച്ച പോലെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സ്പിരിച്വൽ, അതായത് ദൈവികമാകുന്ന വിശ്വാസത്തിലേക്കൊക്കെ പോരുക. അതൊക്കെ ഒരു ലൈഫിലൊരു മാറ്റം സൃഷ്ടിക്കും. നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്തും കൊണ്ടുവന്ന് തരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട്, ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ മധ്യസ്ഥതയുടെ ഫലമായിട്ടാവാം. നിങ്ങൾ ഇമോഷണലി വളരെയധികം വിഷമിച്ച് ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന, അതായത് എന്ത് ചെയ്താലും ഒന്നിനും ഒരു പൂർണ്ണത ലഭിക്കാതെ നിങ്ങളൊരു ബന്ധന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു റിലാക്സിങ് എനർജിയിൽ കുറച്ച് കഴിയട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളെയും തള്ളി നീക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഗ്രോത്ത്, ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ലൈഫിലൊരു ഇൻസ്പിറേഷൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഇൻസ്പിറേഷനൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇൻറ്റ്യൂഷൻ നല്ല പോലെ പവർ ആവുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളോ പ്രാർത്ഥനയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാകുന്നു. കുറേ ആളുകളെ സംബന്ധിച്ച് ഫ്യൂച്ചറിലേക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഒരു കാര്യം, അതായത് ഫ്യൂച്ചർ എങ്ങനെ സക്സസ് ആക്കാം, ഫ്യൂച്ചറിൽ ജീവിതത്തിൽ കൂടെയുള്ള വ്യക്തികളായിക്കോട്ടെ, സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അതിനെയെല്ലാം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രൊഫഷണലായ ചിലർക്ക് ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ പോകണം, ആ ഒരു സിറ്റുവേഷൻസിൽ ഒന്ന് ശോഭിക്കണമെന്നൊക്കെ ഉള്ളൊരാഗ്രഹം നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി എനർജിയിൽപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഫീലിംഗ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ പേര് ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അതായത് ഒരു ഏജ്ഡ് ആയിട്ടും എലോൺ എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാനായിട്ട്. ഒരു സോളിൻ്റെ ഒരു സോൾ സെർച്ചിങ് ടൈമാണ്. നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു, കുറച്ച് ഏജ് ആയിട്ട് പോലും നിങ്ങൾക്ക് ജോലി ലഭിക്കാതെ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മാത്രം ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്നു. കാരണം ജീവിതത്തിൽ പുരോഗതി ഇല്ലാതെ വരുമ്പം എല്ലാവരിൽ നിന്നും പതുക്കെ ഉൾവലിയുന്ന ആ ഒരു എനർജിയിലേക്കൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് വരുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് പാതയിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ സോള് തന്നെ നൽകുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്, പുതിയൊരു തുടക്കം ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. മാത്രവുമല്ല നിങ്ങൾ വളരെയധികം നല്ലൊരു പോസിറ്റിവിറ്റി ഉള്ള, ഒരു പ്രഷ്യസ് എനർജിയോട് കൂടി നിൽക്കുന്ന, എല്ലാവരെയും തുല്യതയോടുകൂടിയൊക്കെ കാണുന്ന ഒരു വ്യക്തികളാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ, നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ഇന്നത്തെ ദിവസം ഒരു പ്രൊട്ടക്ഷൻ, ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു എലോൺ എനർജിയിൽ പോകുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ചില വെല്ലുവിളികളൊക്കെ ഇന്ന് നേരിടേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു പ്രൊട്ടക്ഷൻ ഇട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്ന് എന്നാണ് കാണുന്നത്.
അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ഇന്നൊരു പുതിയ ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു ഗുഡ് ന്യൂസിൻ്റെ എനർജി വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ലീഗൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിങ്ങൾ വളരെ കാലമായിട്ട് മാനസിക പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ലീഗൽ പരമായിട്ട്, അതായത് നിയമപരമായിട്ട് എന്തെങ്കിലും പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു എലോൺ എനർജി, ഒറ്റപ്പെടലായിട്ട് അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് കേൾക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇച്ചിരി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതുപോലെ എന്തെങ്കിലും പുതിയൊരു കോൺട്രാക്റ്റ് ഒക്കെ ചെയ്യേണ്ടതാകുന്ന ചില ന്യൂ പ്രോജക്റ്റിനൊക്കെ ഇറങ്ങുന്ന വ്യക്തികൾക്ക് ഇന്ന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉപയോഗ്യമാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഇത് നമ്മൾ റീഡിങ്സ് കേട്ടിറങ്ങി പോയിട്ട് കാര്യമില്ല. നിങ്ങളിൽ അത് പ്രാവർത്തികമാക്കുന്നത് മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അതാത് ദിവസങ്ങളിൽ കേട്ടോ. അതുപോലെ ഇത് മജീഷ്യൻ എനർജിയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇന്ന് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ മുഴുവൻ സിറ്റുവേഷൻസിനെ, അത് ഇമോഷണൽ ആയിക്കോട്ടെ, ഇൻ്റലക്ച്വലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളായിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്കിന്നൊരു പൂർണ്ണതയുണ്ട്. ഒരു ലോസ് എനർജിയിൽ നിന്നും ഒരു സക്സസ് എനർജിയിലേക്ക് വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഡബിൾ എനർജി ഉണ്ട് കേട്ടോ. അതായത് ബന്ധനത്തിൽ പെട്ട് നിൽക്കുന്നുണ്ട്. പാസ്റ്റിൽ ചില കാര്യങ്ങളെ നിങ്ങൾ ഹീലാക്കി കളയാൻ ശ്രമിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് ഒരു ഡിപ്രഷൻ എനർജി, ഒന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ബന്ധനാവസ്ഥ, ആരോടും പറയാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതിനെ ഇന്നത്തെ ദിവസം ബാലൻസ് ചെയ്യണം. അതൊരു ഡബിൾ എനർജി ആയിരുന്നു, നിങ്ങളുടെ വിധിയായിരുന്നു. നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച എന്തു പ്രോബ്ലംസും നിങ്ങളത് എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ അതുപോലുള്ള അതിനോട് തുല്യമാകുന്ന പല കാര്യങ്ങളെയും നേരിടണമായിരുന്നു. കാരണം അത് നിങ്ങളുടെ വിധിയാണ്. നമ്മുടെ വിധിയെ ഒരിക്കലും നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റിംഗ് ചെയ്ത് കയറി പോകാനേ പറ്റുകയുള്ളൂ. അത് ഇന്നാണെങ്കിലും ഇനി നാളെയാണെങ്കിലും, അതായത് എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ഫൈറ്റിംഗ് ചെയ്യാൻ തയ്യാറാവുക. അതിനെ ഫൈറ്റിംഗ് ചെയ്യുക. പെയിനാണോ, പെയിനിനെ ഫൈറ്റിംഗ് ചെയ്യുക. വേദനിച്ച് ലാസ്റ്റ് വേദന ഇല്ലാതാകുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ അതാണെങ്കിൽ അതിനെ ഫൈറ്റിംഗ് ചെയ്യുക. നിങ്ങൾക്ക് ശത്രുദോഷമാണോ, ശത്രു നിങ്ങൾക്ക് നേരെ ദ്രോഹം ചെയ്യുകയാണോ, നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുക. എന്താണോ നമുക്ക് നേരെ വരുന്നത് അതിനനുസരിച്ച് നമ്മളും പവർഫുൾ ആവുക എന്നത് മാത്രമാണ്. നമുക്ക് വിധിയെ തടുക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം നമ്മൾ അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വിധി നമ്മളിൽ വന്ന് പിടികൂടുന്നത്. അപ്പം നമുക്കതിനെ തരണം ചെയ്യാനോ മുൻകൂട്ടി അറിഞ്ഞു വെച്ച് പ്രവർത്തിക്കാനോ ഒക്കെ പറ്റുക എന്നത് കുറച്ച് ഡിഫിക്കൽറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ നേരിടാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഉറക്കമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻസ്, ആൻസൈറ്റി, ഭയം, ഡിപ്രഷൻ, ഈ സിറ്റുവേഷൻസൊക്കെ വളരെയധികം ഒരു വ്യക്തി ബന്ധനാവസ്ഥയെ കൊണ്ടാണ് കേട്ടോ അത് സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിൽ ചെന്ന് പെട്ടതിൻ്റെ ഫലമായിട്ടാവാം നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻസിന് എന്താണെങ്കിലും എന്ത് ചെയ്യുക? ഡീലിംഗ് ചെയ്യുക എന്ന് തന്നെയാണ് കാണുന്നത്. ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ദുഃഖം എന്ന് പറയുന്നത് എപ്പോഴും പാസ്റ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് ഫ്യൂച്ചറിലെ ഒരു ദുഃഖത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താ വരുന്നതെന്ന്. അപ്പം കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ ഓരോ മനുഷ്യരും ദുഃഖിക്കുന്നത്. അത് ദുഃഖിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പ്രസൻറ്റിൽ ജീവിക്കുക, ഫ്യൂച്ചറിനെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക, ഫ്യൂച്ചറിലേക്ക് ശ്രദ്ധിക്കുക. അത്രയും നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദുഃഖം എന്നത് പാസ്റ്റ് ആണെന്നും അത് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്ന ഒരു എനർജി ആണെന്നും മനസ്സിലാക്കുക. കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അത് ഹീലാക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഏറ്റവും ടോപ്പ് എനർജിയിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കുക.
മുന്നോട്ടേക്ക് പോവുക കേട്ടോ. ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ്, കിങ് ഓഫ് പെൻഡിക്കിൾസ് ഒക്കെയാണ് വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം ഒരു ശ്രദ്ധ കൊടുക്കണം. അതായത് നിങ്ങളിൽ നിന്നും ഫിനാൻസ് ആഗ്രഹിച്ചു വരുന്ന ചില വ്യക്തികളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അപ്പം നമുക്കടെ കയ്യിൽ ഇല്ല എങ്കിലും നമുക്കത് നഷ്ടമായിട്ട് വരില്ല. നമുക്കടെ കയ്യിൽ ഉള്ളതിന് വീതം വയ്ക്കാൻ നിൽക്കാതെ വളരെയധികം ശ്രദ്ധിച്ച് ഇന്നത്തെ ദിവസം ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൈകാര്യം ചെയ്യുക. ഒരു ട്രാപ്പിഡ് എനർജി കാണുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന കാര്യത്തെ വെച്ച് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം ഇന്നത്തെ ദിവസം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു എന്താ പറയുക, ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു ഇമോഷണൽ പരമാകുന്ന റിലേഷനിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പ്രണയബന്ധമാവാം, ഒരു പാർട്ട്ണർ എനർജിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, ന്യൂ ബിഗിനിങ് നടത്തുക, ഒരു പുതിയ തുടക്കത്തിലേക്ക് മാറുക എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചീറ്റിംഗ് എനർജിയിൽ ബർഡൻ എൻഡ് ആകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുറേ നാളുകളായിട്ട് ഒരു ചീറ്റിംഗ് എനർജിയിൽ പെട്ട് നിൽക്കുകയായിരുന്നു, ഒരു ബർഡൻ എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്ന ആ ഒരു ബർഡൻ നിങ്ങൾ ആരോടും പറയാതെ ചിലപ്പോൾ ചുമന്നുകൊണ്ട് നടന്ന ആ ഒരു ബർഡൻ എൻഡ്. അതുപോലെ സ്ട്രെസ്സിങ് എനർജി, ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറച്ച് പ്രോബ്ലംസുകൾ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലംസ്, അതല്ലെങ്കിൽ വിവേകപരമായിട്ട്, അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന, അതായത് അബദ്ധം പറ്റിയെന്നുള്ള തോന്നൽ, ട്രാപ്പിൽ പെട്ടു എന്നുള്ള തോന്നൽ, അങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സിലൂടെ കടന്നു പോകുന്ന കുറച്ച് ആളുകളുടെ എനർജി ഇതിൽ കാണുന്നുണ്ട്. സ്ട്രെസ് എനർജിയിൽ നിന്ന്, അത് ഇമോഷണൽ പരമാകുന്ന പ്രശ്നങ്ങളിലും ഫിനാൻഷ്യൽ പരമാകുന്ന കൈകാര്യം ചെയ്യുന്നതിലുമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നത്. തീർച്ചയായിട്ടും അവിടെ നിന്നെല്ലാം ഒരു പുതിയ തുടക്കത്തിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾക്കൊരു തിരിച്ചറിവിൻ്റെ, അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിന് അതിജീവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു ട്രാവലിംഗ് എനർജി ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഒരു ഒരു സെലിബ്രേഷനെ കണക്ട് ചെയ്താവാം, ലൈഫിലൊരു ട്രാവലിംഗ് എനർജി ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളിൽ കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഒന്നെങ്കിലൊരു വിദേശയാത്ര, ഒരു ഫാമിലിയോട് ഒരുമിച്ചൊരു വിദേശയാത്രയ്ക്കൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ, സെറ്റിലാവാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഒരു പോസിറ്റിവിറ്റി ആയിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ഫൈറ്റിംഗ്, ഇന്നത്തെ ലൈഫിൽ നിങ്ങൾക്ക് ഫൈറ്റിങ്ങിൽ സക്സസ് ആണ്. കാരണം ഇന്നത്തെ ജീവിതത്തെ നിങ്ങൾക്ക് സക്സസ്സിൽ എത്തിക്കാൻ സാധിക്കും. നിങ്ങൾ വിജയിക്കുന്ന ഒരു സാഹചര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ റെഡിയാണോ എന്നാണ് ഏഞ്ചൽസ് ചോദിക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് ചോദിക്കുന്നത്. ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇൻഡ്യൂഷന് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ഗൈഡൻസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നും നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് നൽകുന്നുണ്ട്. എന്താണെങ്കിലും റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.